പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കൊല്ലമായി? 27 27 കൊല്ലം കഴിഞ്ഞു. 28ാമത്തെ വർഷത്തെ സ്വലാത്ത് നഗർ ഇപ്പോഴും ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ഒരു തല നോക്കിയാൽ കാണാത്ത അത്രയും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതിനെ പരിഹസിക്കുന്നവരും കളിയാക്കുന്നവരും എത്ര ഉണ്ട്, അതിനനുസരിച്ച് അല്ലാഹു തആല ഇതിനെ വലുതാക്കിക്കൊണ്ടിരിക്കുക. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കളും സ്വാലിഹീങ്ങളും ഇവിടെ കഴിഞ്ഞ കാലത്ത് നമ്മെ എന്ത് പഠിപ്പിച്ചു, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പുതിയ പുതിയ ചിന്താഗതികളുമായി വരുന്നവരുടെ കൂടെ നാം പെട്ടുപോകരുത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, പെരുന്നാൾ ദിവസം വന്നാൽ രാവിലെ എല്ലാ കക്കൂസിൻ്റെയും പരിസരത്തും അതുപോലെ മൃഗങ്ങളെ അറുക്കുന്ന സ്ഥലത്തും എവിടെയാണ് കിട്ടുന്നത് അവിടെ മൈതാനിയിൽ നിസ്കരിക്കണം. അഫ്ളൽ അതാണ്. പള്ളിയിൽ കയറാൻ പാടില്ല. ഇത് കേട്ടാൽ, അന്യൊരാൾ കേട്ടാൽ ഈ കൗമ് ഇവിടെ അഫ്ളൽ തേടി നടക്കുന്ന വലിയ മഹാന്മാരാണ് എന്ന് കരുതും. പെരുന്നാൾ നിസ്കാരത്തിന് എവിടെയെങ്കിലും കാട്ടിലോ ഒന്നിലോ നിസ്കരിക്കലാണ് അഫ്ളൽ. അത് പള്ളി കയറാൻ പാടില്ല എന്ന് പറയുന്ന ഈ കൂട്ടർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിന് എതിര് കാണിക്കുകയും മത്സരിക്കുകയുമാണ്. അവരെന്താ തെളിവെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈതാനിയിൽ നിസ്കരിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അടിമകൾ ധാരാളം ഉള്ള കാലമാണ്. നബി തങ്ങളാണ് ഈ അടിമത്വത്തെ ഇല്ലാതെയാക്കാൻ പല പ്രേരണകളും നൽകുകയും സഹായിക്കുകയും ചെയ്തത്. ഒരു വ്യക്തിയുടെ കൂടെ 10, 15, 20 അതിലധികവും അടിമകൾ ഉണ്ടാകും. ഈ അടിമകൾക്ക് ഉടമസ്ഥൻ്റെ ലീവ് കിട്ടുകയില്ല. എന്നാൽ എല്ലാ അടിമകൾക്കും പെരുന്നാൾ ദിവസം ഒരു ലീവ് ഈ യജമാനന്മാർ കൊടുക്കും. അതുപോലെ ജുമാക്ക് പോകൽ ഒഴിവാകാത്ത ചെറിയ കുട്ടികൾ അവർ നല്ല പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകും. നമുക്കൊക്കെ അറിയാലോ, ചെറിയ കുട്ടികൾ, അവർക്ക് ജുമാ ഒഴിവില്ല, അവർ ഒന്നും പഠിച്ചിട്ടില്ല. അവർ പുതിയ കുപ്പായം കൊടുത്ത് പെരുന്നാളിന് സന്തോഷിക്കാൻ പോകുന്നത് പള്ളിയിലേക്ക് പോവുകയാണ് നിസ്കാരത്തിന്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനത്തെ പള്ളി വളരെ ചെറിയ പള്ളിയാണ്. ആ പള്ളിയുടെ അകത്ത് കൊള്ളുന്നതിന് 10 ഇരട്ടി ആളുകൾ പെരുന്നാളിൻ്റെ അന്ന് റസൂലുള്ളാഹിനെ തൊഴാൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒന്ന് തുടർന്ന് അവിടുത്തെ ദുആ കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകുമെന്ന്
വിശ്വസിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങൾ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഈ ദുആ അവിടുന്ന് ദ്വാരക്കുകയും മറ്റുള്ളവരൊക്കെ ആമീൻ പറയുകയും ചെയ്താൽ അവർ രക്ഷപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും. അങ്ങയുടെ ദുആ അവർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാണ് നബിയെ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ദുആ കിട്ടാനും റസൂലുള്ളാഹിനെ തുടർന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും ആഗ്രഹമുള്ള എല്ലാ അടിമകൾ എന്നാലും മനുഷ്യന്മാർ തന്നെയാണ്, ഒരാളെ കീഴിൽ ആയിപ്പോയി എന്നേ ഉള്ളൂ. ആ അടിമകളും ദൂരെ സ്ഥലത്ത് മദീനയിൽ നിന്ന് വളരെ ദൂരെ ഉള്ള ആളുകൾ അന്ന് ജുമുഅ സ്ഥാപിച്ചതിൻ്റെ ശേഷം മദീനത്ത് വരാതെ സ്വന്തം നാടുകളിൽ ജുമുഅ നിസ്കരിക്കുന്നവരും അല്ലാത്തവരും ആയ ധാരാളം ആളുകൾ പെരുന്നാൾ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടരാൻ വേണ്ടി മദീനയിലേക്ക് വരും. ആ സമയത്ത് ഇവരെല്ലാവരും കൂടി മദീനത്തെ പള്ളിയിൽ ഉൾക്കൊള്ളുകയില്ല. അതിൻ്റെ പകുതി ഭാഗം പോലും പള്ളിയിൽ ഉൾക്കൊള്ളില്ല. അങ്ങനെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൈതാനിയിൽ നിസ്കരിച്ചു. എന്നാൽ നിങ്ങൾക്കറിയാം, കിതാബുകൾ ഏത് എടുത്തു നോക്കിയാലും തുഹ്ഫ, മുഗ്നി, നിഹായ, മുജൈരിമി തുടങ്ങി ഷാഫി ഇമാമിൻ്റെ കിതാബുകൾ, കിതാബുൽ ഉമ്മ് തുടങ്ങിയിട്ട് അവിടുത്തെ ശിഷ്യന്മാർ എഴുതിയ എല്ലാ കിതാബുകളും നോക്കിയാൽ കാണാം പള്ളിയാണ് പെരുന്നാൾ നിസ്കാരത്തിന് അഫ്ളൽ എന്ന് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചില്ലല്ലോ. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. മദീനത്തിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള 100 കണക്കായ ആളുകൾ അവർക്ക് ഒരു കൊല്ലത്തിൽ ഒരൊറ്റ ദിവസം യജമാനന്മാർ ലീവ് കൊടുക്കുന്നതാണ്. ആ ലീവിൽ പെരുന്നാളിൻ്റെ ആഘോഷത്തിൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കണം, അവിടുത്തെ ദുആയിൽ പങ്കെടുക്കണമെന്നാണ്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ പള്ളിയിൽ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ പള്ളിൻ്റെ പുറത്തായി പോവും. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം റസൂലുള്ളാഹി മൈതാനിയിൽ നിസ്കരിച്ചു. ശരിയാണ്, ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അതുപോലെയാണോ ഇപ്പോൾ എല്ലാ നാട്ടിലും 1, 2, 3, 4, 10 പള്ളികൾ ഉണ്ടാവും. ഈ പള്ളികളിൽ നിസ്കരിക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ലീവ് കിട്ടുന്ന അടിമകളോ അതുപോലുള്ള ആളുകളോ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ മൈതാനിയിൽ വെച്ച് നിസ്കരിച്ചത്. എന്നാൽ എല്ലാവരും പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ, ശ്രേഷ്ഠതയുള്ളത് എന്ന് ശാഫിഈ, ഹംബലി, മാലിക്കി, ഹനഫി ഈ 4 മദ്ഹബുകളിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരെ കേട്ടാൽ അല്ലാഹ് എന്താണെന്നറിയോ, സുന്നത്ത്
വീട്ടുകാർ വലിയ കേമന്മാർ അള്ളാഹുവിനോ റസൂല് മൈതാനിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പള്ളി നമുക്ക് ഹറാമാണ്. ഇത് ഏതിൻ്റെ കാൽവെപ്പാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാളാകും, പെരുന്നാളായാൽ ജുമാ വേണ്ട എന്നിപ്പോൾ പ്രസ്താവിച്ചു വെച്ചിരിക്കുക. പണ്ട് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ കുത്തുബോധിയിരുന്ന അബ്ദുൽ ലത്തീഫ് മൗലവി പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണ്, അതുകൊണ്ട് ഇവിടെ ജുമാ ഉണ്ടാവുകയില്ല എന്ന്. അങ്ങനെ മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആളുകൾ പിടികൂടി, ഉണ്ടാകൂല എന്ന് പറയാൻ സമ്മതിക്കൂല, ഇവിടെ ഉണ്ടാകണം എന്നായപ്പോൾ അന്ന് അത്തെ ഒരു കൗമുദി എന്നൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കൗമുദിയാണോ അല്ലെന്ന് എനിക്കറിയില്ല. ആ പത്രത്തിൽ കൊടുത്തു, സാധാരണ പോലെ ഈ വെള്ളിയാഴ്ചയും പട്ടാളപ്പള്ളിയിൽ ജുമാ നിസ്കാരം ഉണ്ടാകുന്നതാണ് എന്ന് ഫത്വ കൊടുത്ത് ആ മൗലവി തന്നെ, അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അടുത്ത വെള്ളിയാഴ്ച ജുമാ ഉണ്ടാകൂല എന്ന് പറഞ്ഞ ആൾ തന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ഖുത്ബ ഓതുകയും ജുമാ നിസ്കരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനും തിരിക്കാനും ഇസ്ലാം മതത്തിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. ആരാണ് ഇവർക്ക് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ എന്ന് ഉറപ്പിക്കാൻ അധികാരം കൊടുത്തത്? അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ സൂമു ഫലാസ്തീനായോ, നിങ്ങൾ 30 ദിവസവും നോമ്പ് പിടിക്കണം. നിങ്ങൾ ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസം നോമ്പ് പിടിക്കണം. ഫൈൻ സൂമൂലി റോയത്തിക്കും അഫ്തറൂലി റോയത്തിക്കും, മാസം കണ്ടതിൻ്റെ പേരിൽ നോമ്പ് പിടിക്കുകയും പെരുന്നാൾ മാസം കാണുന്നതിനനുസരിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്യാം എന്നിട്ട് അവിടുന്ന് പറയുന്നത് ഫൈൻ ഉമ്മ അലയിക്കും, അഥവാ മയക്കാർ കൊണ്ടോ മറ്റു വല്ല കാരണം കൊണ്ടോ മേഘം മൂടി നിൽക്കുകയാണ്, മാസം കാണുന്നില്ല എങ്കിൽ അക്മിലുൽ ഇദ്ദത്ത സലാസീൻ, നിങ്ങൾ 30 പൂർത്തിയാക്കണം. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ കണക്ക് കൂട്ടി നേരത്തെ തന്നെ ഈ മാസം 29 ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് പെരുന്നാൾ വെള്ളിയാഴ്ചയാണ് എന്ന് പറയാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ആരും കൊടുത്തിട്ടില്ല. അള്ളാഹു താരക്ക് പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഫുഖഹാക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ തോന്നിവാസം അള്ളാഹുവിൻ്റെ ദീനെ കൊണ്ട് പന്ത് കാടി കളിക്കുകയാണ്. ചില ചെറുപ്പക്കാർക്ക് തോന്നല, എന്താ ഇപ്പം മുജാഹിദായാലും സുന്നിയായാലും തമ്മിൽ വ്യത്യാസം എന്താ എന്ന് ചില ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ട്. ഞാൻ നിങ്ങളോട് അങ്ങനത്തെ ചെറുപ്പക്കാരോട് പറയുന്നത്, ദീനിൻ്റെ അടിത്തറയായ എല്ലാ കാര്യങ്ങളും ഇവർ അട്ടിമറിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ചെറിയ കാര്യം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? മദീനയിലേക്ക് ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് കഴിക്കാൻ വന്നപ്പോൾ സ്ഥലമില്ലാത്തത് കൊണ്ട്, എന്നാൽ നമുക്ക് മൈതാനിയിലുള്ളത് നിസ്കരിക്കാമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി മൈതാനി പോയത് കൊണ്ട് അതാണ് അപ്പോൾ നിങ്ങളോടായി പറഞ്ഞു. അതുപോലെ 29 30 എന്ന് അന്നത്തെ ദിവസം മാസം കാണുമോ ഇല്ലേ എന്നിട്ട് തീരുമാനിക്കുക, അല്ലാതെ ഈ കണക്ക് കൂട്ടി
തീരുമാനിക്കുന്നത് ഇസ്ലാമികമല്ല. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് മാത്രമേ കണക്ക് കൂട്ടാൻ അറിയുമെന്നോ? അത് ഒരിക്കലും നിങ്ങൾ കരുതിപ്പോവേണ്ട. നിങ്ങളെ കൂട്ടുന്ന കണക്കുകളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾക്ക് നല്ല പോലെ അറിയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായിരുന്ന ബഹറുൽ ഉലൂം സൈനുദ്ദീൻ അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉസ്താദ് എന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അഗ്രഗണ്യനായ ആലിമായിരുന്നു. കണക്ക് കൂട്ടാനും കണക്ക് പ്രകാരം മാസം ഇന്ന ദിവസം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാനും വലിയ യോഗ്യതയുള്ള കഴിവുള്ള ആളായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ ശിഷ്യന്മാരാണ് ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കണക്ക് കൂട്ടുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കുകയാണ്. സൂമൂ ലിറുയത്തിഹി വഅഫ്തിറൂ ലിറുയത്തിഹി. മാസം കണ്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നോമ്പ് പിടിക്കുക. അതുപോലെ നോമ്പിൻ്റെ അവസാനം മാസം കണ്ടു 29 എന്ന് ഉറപ്പായാൽ നിങ്ങൾക്ക് പെരുന്നാൾ കഴിക്കാം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്കൊരു കണക്ക് നോക്കി നോമ്പ് നിൽക്കാനും നോമ്പ് പിടിക്കാനും ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. ഈ തോന്നിവാസികളായ ആളുകൾ അവർ ഖുർആൻ സുന്നത്തും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പെരുന്നാളിനൊന്ന് ഏതെങ്കിലും ചളിയിൽ പോയിട്ട് നിസ്കരിക്ക് നല്ല പള്ളി ഒഴിവുണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് ഈ ചളിയിൽ പോയി നിസ്കരിക്കുകയും അതുപോലെ മാസം കാണുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുന്നതിന് മുമ്പ് ഇവർ തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാണെന്ന് തീരുമാനിക്കണം. ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നത്? ഏത് ദീനിലുള്ള തീരുമാനമാണിത്? നിങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. വെറുതെ വിടാൻ പറ്റില്ല. ഈ മുജാഹിദിനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവനും വഴിവേപ്പിക്കുന്നതിന് ഒരു തുടക്കമാണത്. യഥാർത്ഥത്തിൽ ഇതല്ല അവരുടെ ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇന്നലെ തന്നെ പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞ് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അന്ന് ജുമാ വേണ്ടാന്ന്. ആരാണ് അങ്ങനെ ജുമാ വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരവും ജുമാ നിസ്കാരവും രണ്ടും ഒരേ ദിവസം നിസ്കരിച്ചുവെന്നും സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ ഹൽ അതാക ഹദീസുൽ ഖാശിയ എന്ന് പറയുന്ന ഈ രണ്ട് സൂറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമാ നിസ്കാരത്തിലും ഓതിയിരുന്നത് എന്ന് നമുക്കിവിടെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാളും ജുമായും ഒത്തു വന്നപ്പോൾ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ട്, ജുമാ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജുമാ വേണ്ട എന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കാൻ വന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഇവിടെ ദീനിനെ ആകെ നശിപ്പിക്കുന്നവർ. ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ വന്ന് അല്ലാഹുവിലുള്ള വിശ്വാസത്തിലും റസൂലുള്ളാഹിയുള്ള വിശ്വാസത്തിലും ഇവർ വഴിവേറ്റ് പോയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, യുവാക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്താ ഇപ്പോൾ മുജാഹിദ് സുന്നി തമ്മിൽ തർക്കമുള്ളത്?
ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളല്ലേ, ഒന്നും രണ്ടും പത്തും കാര്യങ്ങളല്ല. ഈമാനിൻ്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കുന്നു അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പ്രവൃത്തിയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. കൈ ഇങ്ങനെ പൊക്കാൻ ഇത് അള്ളാഹുവിൻ്റെ കഴിവ് വേണം. അള്ളാഹു നമുക്ക് ഇപ്പോൾ കഴിവ് തന്നാൽ മാത്രമേ ഇത് ഉയർത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഞാൻ തന്നെ പണ്ട് നിന്നിട്ട് ഇവിടെ പ്രസംഗിക്കുക എത്രയോ സമയം നീട്ടി പ്രസംഗിക്കുമായിരുന്നു. അന്ന് അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഹർഫ് ഇങ്ങോട്ട് മുഴിയുക അത് തന്നെ വളരെ പ്രയാസമാണ്. അത് ഏത് മനുഷ്യനും പ്രായമെത്തുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമഅയും പെരുന്നാളും രണ്ടും ഒരു ദിവസമായപ്പോൾ രണ്ടും നിസ്കരിച്ചു എന്ന് മാത്രമല്ല സബ്ബിഹിസ്മിഹിം ഹല്ലത്താക്കയുമായിരുന്നു. ഈ രണ്ട് നിസ്കാരത്തിലും നബി തങ്ങൾ ഓതിയിരുന്നത് എന്ന് റിവായത്ത് വരെ ഹദീസുകൾ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച പെരുന്നാൾ ആകുമെന്ന് മുൻകൂട്ടി പറയാൻ അധികാരമില്ലാത്ത വിവരമില്ലാത്തവരാണ് അത് പറയുന്നത്. രണ്ടാമത് അങ്ങനെ ആയാൽ തന്നെ ജുമാ വേണ്ട എന്ന് അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദൂരത്തു നിന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹിയെ പിന്തുടർന്ന് നിസ്കരിക്കാനും അവിടുത്തെ ദുആയിൽ പങ്കെടുക്കാനും വരുന്ന ഏതാനും ചില ആളുകൾക്ക് ഇനി അവരുടെ വീട്ടിൽ പോയി തിരിച്ച് വീണ്ടും ജുമാക്ക് വരാൻ ഒരുപാട് ദൂരം നടക്കണം. അന്ന് കാറും ലോറിയും ബൈക്കും ഒന്നുമുള്ള കാലമല്ല, കാൽനടയായി മാത്രം വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എത്രയോ മൈൽസുകൾ താണ്ടി അവരുടെ വീട്ടിൽ പോയി രണ്ടാമത് ഇവിടെ ജുമാക്ക് തന്നെ വരാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയും അതുതന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ പറയുകയും ചെയ്ത ഹദീസുകളെല്ലാം നമ്മൾ ഉസ്താദുമാർ നമ്മുടെ ഇമാമുകളും കണ്ടിട്ടുണ്ട്. 4 മദ്ഹബിൽപ്പെട്ട ഇമാമുകൾ, ഇമാമുല്ലാഹും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാമു ദാരിൽ ഹിജ്റത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ ഉലമാക്കൾ ഇന്ന് നിങ്ങൾ ലോകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്നും ഈ പരിഷ്കരിച്ച ലോകമെന്ന് ഈ മുജാഹിദ് വിഭാഗം പറയുന്ന ഈ കാലഘട്ടത്തിലും ലോകമൊട്ടാകെ പരിശോധിച്ചാൽ 90% നാലേതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. ഇവിടുത്തെ കുറച്ച് വിവരമില്ലാത്ത മുറിമൗലവിമാർ മാത്രമാണ് ഇങ്ങനെ ആയത്തും ഹദീസും വെച്ചിട്ട് വലിയ ബടായി പറഞ്ഞ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇല്ലാതെയാക്കുന്നത്. നിങ്ങൾ കണ്ടോ, ഇവർക്ക് അള്ളാഹുവിനെ പറ്റി വല്ല വിശ്വാസമുണ്ടോ? ഒരു മൗലവി, അവരുടെ കാര്യമായ ഒരു മൗലവി തിരുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. തിരുത്ത്, നേരത്തെ പറഞ്ഞ തിരുത്തി എഴുതുക. അതിലെന്താ അദ്ദേഹം പറയുന്നത്? അള്ളാഹുവിനെ പറ്റി ഞാൻ പഠിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു തആലക്ക് തടിയില്ല, ഭാഗമില്ല, തലമില്ല എന്നൊക്കെ പഠിച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ
ആ പറഞ്ഞത് തിരുത്തി വായിക്കേണ്ടതാണ് എന്നെനിക്ക് മനസ്സിലാക്കുന്നു എന്ന് മുജാഹിദ് മൗലവി എഴുതിയത് നിങ്ങൾക്ക് കാണാം. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലും ഈ കൂട്ടരുടെ വിശ്വാസം വളരെ അബദ്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങളിലും അള്ളാഹു ഉണ്ടെന്ന് പറയുന്ന കുറേ ആളുകൾക്ക് ഉണ്ടായുള്ളൂ. ഇന്നും ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരോട് സംസാരിച്ചാൽ അത് സൃഷ്ടാവിൻ്റെ വിധി അനുസരിച്ച് വന്നതാണ് എന്ന് പറയുന്ന ഹൈന്ദവരുമുണ്ട്. പിന്നെ അവരെ നമ്മൾ എന്തുകൊണ്ട് മുസ്ലിം എന്ന് പറയാത്തത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അംഗീകരിക്കാത്തതുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ജനങ്ങളോട് ചോദിച്ചല്ലോ, വഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. സൂറത്ത് യൂനുസ് മറ്റു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. മക്ക മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് വഖദ് ലബിസ്തു ഫീക്കും ഉമറൻ. 40 കൊല്ലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരു കളവ് പോലും ഞാൻ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ ഇത് മാത്രം നിങ്ങൾ എന്തുകൊണ്ട് കളവാക്കുന്നു എന്ന് തങ്ങൾ ചോദിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദ്ബി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അബൂ സുഫിയാനെ വിളിച്ചു വരുത്തി കൈസർ ചക്രവർത്തി, ഹിറക്കൽ എന്ന് പറയുന്ന കൈസർ ചക്രവർത്തി ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഹൽ കുന്തും തത്തഹിമൂനഹു. മുഹമ്മദ് നബി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വരുന്നതിന് മുമ്പ് കളവാകാൻ സാധ്യതയുള്ള വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. കളവ് പറയുമെന്നല്ല, കളവയക്കാം എന്ന് തോന്നിപ്പോകുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ലാ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അബൂ സുഫിയാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഒരു കളവും പറയാത്ത, കളവാണെന്ന് തോന്നാവുന്ന വാക്കുകൾ പോലും പറയാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു തആല കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. നമ്മുടെ ശബ്ദം അള്ളാഹു അറിയുന്നുണ്ട്, നമ്മുടെ എല്ലാ പ്രവൃത്തിയും അള്ളാഹു അറിയുന്നു. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു. ഖുർആനിൽ തന്നെ ചോദിച്ചതായി നിങ്ങൾക്ക് കാണാം. അള്ളാഹു സൃഷ്ടാവാണ്. സൃഷ്ടാവായ അള്ളാഹു അഖില ലോക ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. അത്ഭുതകരമായ സൃഷ്ടിപ്പ്. എന്താണ്? മരിച്ചു പോയാൽ രണ്ടാമത് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകളൊക്കെ നുരുമ്പി പോയാൽ പിന്നെ ആരാണ് ഹയാത്താക്കുക എന്ന് അവർ ചോദിക്കുന്നു. അതിന് മറുപടി അല്ലാഹു പറഞ്ഞു, ഖുൽ യുഹ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറത്തിൻ. എല്ലുകൾ നുരുമ്പിപ്പോകുന്നതിന് മുമ്പ്, ഈ എല്ലുകളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ്, ആരുമില്ലാത്ത സമയത്ത് ഇവനെ ഞാൻ പടച്ചതല്ലേ, എനിക്കുണ്ടോ പ്രയാസം എന്ന് തങ്ങൾ ജനങ്ങളോട് ചോദിക്കണം. അല്ലാഹു തആലയുടെ ഖുദ്റത്ത്. അതാ പച്ച മരം, പച്ചമരത്തിൽ നിന്ന് തീ കത്തിച്ചെടുക്കുന്നു.
എൻ്റെ നാട്ടിലൊക്കെ കൊന്ന എന്ന പേര് പറയുന്നത് മരമുണ്ട്. ഇവിടെ എന്താ മലപ്പുറം ജില്ലയിൽ ഒന്നും എനിക്കറിയില്ല. അതിൻ്റെ 2 പച്ച കഷ്ണം എടുത്ത് തോല് പൊളിച്ച് അതിനെ തൊലി ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞാൽ അതിലൊന്ന് വെള്ളം വരും. അതേ ഈ പച്ച 2 കഷ്ണവും തമ്മിലിങ്ങനെ കൂട്ടി കുറേ സമയം ഉരസിയാൽ അവിടെ തീയും കിട്ടും. അതാണ് അല്ലാഹു തആല പറയുന്നത്, വെള്ളവും എല്ലാമുള്ള നനവുള്ള ഈ മരത്തിൽ നിന്ന് പോലും തീയിനെ പടച്ച അല്ലാഹു തആല ആണ് നിങ്ങളെ ജീവനിരിക്കുക എന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ പഠിപ്പിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ വിശ്വാസം നമ്മുടെ മക്കളിൽ നല്ല പോലെ ഉറപ്പിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഈ സ്വലാത്ത് മജ്‌ലിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാനും നിങ്ങൾക്ക് തഹ്ലീൽ തരാനും. അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നഹു മജ്നൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അധികരിപ്പിക്കുക. അത് ചൊല്ലി ആളുകൾ ഇവന് വല്ല ഭ്രാന്തുണ്ടെന്ന് വരെ പറഞ്ഞു പോകും. അത്രയും അധികം നിങ്ങൾ തഹ്ലീൽ ചെല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ തഹ്ലീൽ അതുപോലെ റസൂലുള്ളാഹിനുള്ള സ്വലാത്ത്, ഈ സ്വലാത്തിനോട് തുല്യമായ മറ്റൊരു അമലും ഇവിടെ കാണാൻ കഴിയില്ല. അതിബി സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി വഇന്നഹാ മഖബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹി ഇല്ല സ്വലാത്ത അലൽ ഹബീബി മുഹമ്മദി. റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്ത് അല്ലാത്ത മറ്റെല്ലാ അമലുകളും അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് അറിയാത്ത തറദ്ദുദായി കിടക്കുന്ന അമലുകളാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ തീർച്ചയായും അത് സ്വീകരിക്കപ്പെടും. ആ നിലയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ദർജ കൊടുത്തു. ഒരുപാട് കാര്യം റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് സമയമല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു പെരുന്നാൾ പ്രമാണിച്ച് മാർച്ച് 19 വ്യാഴാഴ്ച +2 പരീക്ഷ പുതിയ തീയതിയിലേക്ക് മാറ്റാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഇതൊരു പ്രമേയമാണ്. ഇപ്പം +2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. പെരുന്നാൾ പ്രമാണിച്ച് മാർച്ച് 19 എന്ന് പറഞ്ഞാൽ എന്താഴ്ച വരിക? വ്യാഴാഴ്ച +2 പരീക്ഷ പുതിയ തീയതിയിലേക്ക് മാറ്റാൻ ഇതൊരു പ്രമേയം വഴി നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. എല്ലാവരും അത് സ്വീകരിക്കുക. അല്ലാഹു അക്ബർ. സിറാജിൻ്റെ സപ്ലിമെൻ്റ് എനിക്ക് തങ്ങൾക്ക് കൊടുക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിർത്തത്തില്ലേ? ഇപ്പോൾ ഇറാൻ ഗവൺമെൻറ് മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്കാണ് അമ്പ് എയ്തുകൊണ്ടിരിക്കുന്നത്. UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അമ്പ് എയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തൽ ചെയ്യണം
എന്ന് നമുക്ക് ഒരു പ്രമേയം വഴി ഇറാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം, അല്ലേ? അത് നിർത്തൽ ചെയ്യാത്ത പക്ഷം ഇവിടെ ദാരിദ്ര്യം വളരെയധികം ഉണ്ടാകും. എണ്ണ ഉണ്ടാവില്ല, പെട്രോൾ ഉണ്ടാവില്ല, ഗ്യാസ് ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ വന്നു പോകും. അതുകൊണ്ട് ഇറാൻ ഗവൺമെൻറ് വേറെ വല്ല ഹിക്മത്തുകളും കണ്ടുപിടിച്ചാലും ഈ ഗൾഫ് നാടുകളിൽ മിസൈലിടുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറണം എന്ന ഒരു പ്രമേയവും നമുക്കിവിടെ നിന്ന് പാസാക്കാം, അല്ലേ? അല്ലാഹു അക്ബർ. റഹ്മാനുറഹീമായ അല്ലാഹ്, ഈ സാധുക്കളായ ജനങ്ങളെല്ലാവരും വെറും മണ്ണിൽ മൈതാനിയിൽ വന്നിരിക്കുന്നത് നിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയാണ് പഠിത്തവരെ. അതുകൊണ്ട് ഈ മഹത്തായ രാത്രിയിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാഹ്. اللهم إنك عفو تحب العفو فاعف عني എന്ന് പറയാനാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ലൈലത്തുൽ ഖദറായാൽ اللهم إنك عفو تحب العفو فاعف عني എന്ന് ധാരാളമായി പറയണമെന്ന്. അർഹമുർ റഹീമേ, നീ മാപ്പ് ചെയ്യാൻ അധികാരമുള്ളവരാണ്, അർഹതയുള്ളവരാണ്, മറ്റൊരാളോട് ചോദിക്കേണ്ടതില്ല. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പ് ചെയ്തു തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഞങ്ങളെ നീ മരിക്കുന്ന സമയത്ത് സൂൽ ഖാത്തിമത്തിൽ പെടുത്താതെ പൂർണ്ണമായ ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ഉമ്മ വാപ്പമാർ, ചേട്ടാഞ്ചന്മാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് ഞങ്ങളുടെ ഈ സ്വലാത്തിൻ്റെയും തഹ്ലീലിൻ്റെയും ഈ ഉറുദിയുടെയും എല്ലാ പ്രതിഫലവും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്, വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഞങ്ങൾക്ക് നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ആരും പുറക്കാൻ പിന്നെ ഇല്ലല്ല. ഇല്ലം തഗ്ഫിർ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹ്, നീ പുറത്തില്ലെങ്കിൽ ആരാണ് പിന്നെ പുറക്കാനുള്ളത്? ആരുമില്ല, ഞങ്ങൾക്ക് ആരോട് ചോദിക്കാനുമില്ല. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു തരണം അല്ലാഹ്. ഈ സ്വലാത്ത് നഗർ ഇവിടെ എന്നും ഇസ്സത്തോടുകൂടി നടത്താനും ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്താനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മദ്രസാദാത്ത് തങ്ങളുടെ കൈകൊണ്ട് ഈ പുരോഗതികളെല്ലാം എത്തിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ തങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്ന് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇവിടെ ജില്ലൻ്റെയും നാടിൻ്റെയും വ്യത്യാസമല്ല, അല്ലാഹുവിൻ്റെ ഇൽമും അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയും ഇവിടെ നടത്തുമെന്ന ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്ത് മജ്‌ലിസും ഞങ്ങളുടെ സ്ഥാപനവും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ സംഗതികളും നീ സ്വീകരിക്കണേ അല്ലാഹ്. പുറത്തവനെ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാഹ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തൽ ചെയ്യണം അല്ലാഹ്. അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാനുള്ള വലിയ വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നീ പെട്ടെന്ന് നിർത്തൽ ചെയ്യണേ അല്ലാഹ്. പെട്ടെന്ന് നിർത്തൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ത്വാഅത്തിലായി വളരെ കാലം ജീവിക്കാൻ, അവസാനം ഈമാനോട് കൂടി മരിക്കാനും തൗഫീഖ് ചെയ്യണം അല്ലാഹ്. اللهم ربنا آتنا
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. اللهم ربنا تقبل منا إنك أنت السميع العليم. آمين. وتب علينا يا مولانا إنك أنت التواب الرحيم. آمين. وصلى الله على وسلم. حمدا നീണ്ടുപോയോ? حمدا للمنان. അത് ഇസ്രായേലും അമേരിക്കയും അടിയന്തരമായിട്ട് യുദ്ധം നിർത്തണം. മറ്റവരോട് നമ്മൾ പറഞ്ഞത് അതാ നമ്മൾ പറഞ്ഞത് അത് അടിയന്തരമായി നിർത്തണം എന്നുള്ളൊരു പ്രമേയം ഇവിടെ പാസ്സാക്കി നമുക്ക് അയച്ചു കൊടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. آمين.